ഗസയുടെ അതിർത്തി പ്രദേശമായിരിക്കുന്ന റഫയോട് ചേർന്നുള്ള പ്രദേശമാണ് ഫിലാഡൽഫി ഇടനാഴി. ഈ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രാവശ്യം വലിയ സംഘർഷം ഈജിപ്തും ഇസ്രായേലും തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അവകാശ തർക്കവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ പറ്റാത്ത വിധം പല ഘട്ടത്തിലും അത് സങ്കീർണമാവുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിലാണ് ഇസ്രായേൽ ഈ പ്രദേശം തങ്ങൾ വിട്ടു നൽകില്ല, തങ്ങളുടെ അധീനതയിൽപ്പെട്ടതാണെന്നും ഇവിടെ തങ്ങളുടെ സൈനികരെ സ്ഥിരമായി വിന്യസിക്കുക തന്നെ ചെയ്യും എന്ന് പറയുകയും ചെയ്തു. അതോടുകൂടി പല ഘട്ടങ്ങളിലും പാലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട സംഘർഷാവസ്ഥ അതല്ലെങ്കിൽ മധ്യസ്ഥ ശ്രമം തന്നെ പരാജയപ്പെടുകയും ചെയ്തു. ഇപ്പൊ ഏറ്റവും ഒടുവിലായി ഇസ്രായേൽ ഫിലാഡൽഫി ഇടനാഴി തങ്ങൾ വിട്ടു നൽകാൻ തയ്യാറാണ് എന്ന് ഔദ്യോഗികമായിട്ട് തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഖത്തറിനോടാണ് ഈ വിഷയം ഇസ്രായേൽ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. ഈ പ്രദേശത്തിന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഒയ്യാൻ വേണ്ടി സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നാണ് പടിഞ്ഞാറൻ മീഡിയകളൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം, റഫയുടെ അതിർത്തി പങ്കിടുന്ന ഈജിപ്തിന്റെ അതിർത്തിയുമായി ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ് ഫിലാഡൽഫി ഇടനാഴി എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഇസ്രായേലിന്റെ അനുവാദമില്ലാതെ തന്നെ റഫക്കാർക്ക് ഈജിപ്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ഈ വഴി സാധിക്കും എന്നതാണ്. ഇത് വലിയ രീതിയിലുള്ള പ്രശ്നമായിട്ടാണ് ഇസ്രായേൽ കാണുന്നത്. അത് പല ഘട്ടങ്ങളിൽ അവരത് ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തുള്ള വൈമാർഗങ്ങളൊക്കെ തങ്ങൾ അടക്കുകയാണ്. അവിടെ നിന്ന് ഈജിപ്തിൽ നിന്ന് ഇങ്ങോട്ടോ റഫേൽ നിന്ന് അല്ലെങ്കിൽ ഗസയിൽ നിന്ന് ഈജിപ്തിലേക്കോ പ്രവേശിക്കാൻ തങ്ങളുടെ അനുവാദമില്ലാതെ സമ്മതിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. അന്താരാഷ്ട്ര നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇസ്രായേൽ ഫിലാഡൽഫി ഇടനാഴിയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത് എന്നുള്ള ആരോപണം മുൻപേ ശക്തമായിരുന്നു. അതിന് പറയുന്ന കാര്യം 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് ഈ പ്രദേശത്തിന്റെ പൂർണ്ണമായിരിക്കുന്ന അധികാരം ഈജിപ്തിന്റെ കൈവശത്തിൽ തന്നെയാണുള്ളത്. ഈജിപ്തിന്റെ കൈവശം എന്ന് പറയുന്നത് ഫലസ്തീന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഗസയുടെ അതിർത്തി ഭാഗം ചെയ്യുന്ന പ്രദേശത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പോ ഗസയിൽ ഭരിക്കുന്നത് ഹമാസിന്റെ ഭരണാധികാരികളാണ്. അപ്പോൾ ഹമാസ് വിചാരിച്ചാൽ ഇസ്രായേലിന്റെ അനുവാദമില്ലാതെ തന്നെ ഈജിപ്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പറ്റും. അതിന് ഇസ്രായേൽ പറയുന്ന മറുപടി എന്ന് പറയുന്നത് ഹമാസിന്റെ കൈവശത്തിലേക്ക് ആയുധങ്ങളും സാമ്പത്തികപരമായിരിക്കുന്ന സഹായങ്ങളും മറ്റുള്ള വസ്തുക്കളുമെല്ലാം എത്തുന്നത് ഫിലാഡൽഫി ഇടനാഴി വഴിയാണ്. അതായത് ഈജിപ്തിൽ നിന്ന് നേരിട്ട് കൊണ്ട് ഗസയിലേക്ക് പ്രവേശിക്കുന്നു. തങ്ങൾക്ക് അതിനെ നിയന്ത്രിക്കാനോ ആ ഭാഗം ശ്രദ്ധിക്കാനോ സാധിക്കുന്നില്ല, കാരണം തങ്ങളുടെ അധീനതയിൽ പെട്ടതല്ലാത്തത് കൊണ്ട് എന്നതിനാൽ. അതുകൊണ്ട് ഈ ഭാഗത്തിന്റെ പൂർണ്ണമായിരിക്കുന്ന അധികാരം തങ്ങൾക്ക് വേണമെന്നും അത് തങ്ങൾ വിട്ടു നൽകാൻ തയ്യാറല്ല എന്നുമാണ് കഴിഞ്ഞ ആഴ്ച വരെ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രദേശത്ത് നടക്കുന്ന എല്ലാവിധ ആയുധ കൈമാറ്റങ്ങളും കണ്ടുപിടിക്കാൻ വേണ്ടി തങ്ങൾക്ക് സാധിക്കും എന്നാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരീകരിച്ചത്. ഇസ്രായേലിന്റെ ഈ അഭിപ്രായത്തിനെ അമേരിക്കയ്ക്ക് എതിർപ്പുണ്ടെങ്കിൽ പോലും അവർ ഈ കാര്യത്തിൽ മൗനമാണ് പാലിച്ചത്. കാരണം ഇസ്രായേലിന്റെ നയനിലപാടുകളോടൊപ്പം യോജിച്ചുകൊണ്ട് നിൽക്കുന്ന രാജ്യം എന്ന നിലക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ നിലപാടിനോട് ചേർന്ന് നിൽക്കുകയാണ് ചെയ്യുക. പക്ഷേ അന്താരാഷ്ട്ര നിയമവ്യവസ്ഥ പ്രകാരം ഗസയുടെ അതിർത്തി നിർണ്ണയിക്കുന്ന ഭാഗത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഗസയോട് ചേർന്നും അതിർത്തിയുമായിട്ടുള്ള പ്രദേശം ഈജിപ്തിനോട് ചേർന്നുമാണ്. അതുകൊണ്ട് എന്താവാൻ വേണ്ടി പറ്റില്ല, അത് ഇസ്രായേലിന്റെ കൈവശത്തിലാവാൻ വേണ്ടി സാധിക്കുകയില്ല എന്നതിനാൽ അവർ അതൊന്ന് വിട്ടൊയ്യണം എന്ന് പല കുറി നടക്കപ്പെട്ട മധ്യസ്ഥ ശ്രമത്തിന്റെ ഭാഗങ്ങളിൽ നിന്നെല്ലാം ഈജിപ്തും പാലസ്തീനും അതോടൊപ്പം തന്നെ ഖത്തറും ഈ ആവശ്യം ഇസ്രായേലിനോട് ഉന്നയിച്ചിട്ടുണ്ട്. ഇസ്രായേൽ വലിയ രീതിയിലുള്ള സൈനിക സംവിധാനം കൊണ്ടാണ് അവിടെ പ്രതിരോധം ഉണ്ടാക്കുന്നത്. ആയതിനാൽ ഗസയിൽ നിന്ന് ഒരാൾക്ക് പോലും യഥാർത്ഥത്തിൽ ഈജിപ്തിലേക്ക് പോകാൻ വേണ്ടി പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഇത് പൗരത്വ നിയമ വ്യവസ്ഥയ്ക്ക് എതിരാണ്, അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് പല കുറി പലസ്തീൻ തന്നെ പറഞ്ഞതാണ്. മഹ്മൂദ് അബ്ബാസ് തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലുള്ള അഭിപ്രായങ്ങളും ഇസ്രായേലിനെതിരെ സംസാരിച്ചത് ഫിലാഡൽഫി ഇടനാഴിയുമായിട്ട് ബന്ധപ്പെട്ട തങ്ങളുടെ പാലസ്തീന്റെ അവകാശത്തിൽപ്പെട്ട അവരുടെ ഭൂമികയിൽപ്പെട്ട പ്രദേശത്ത് നിങ്ങൾ എന്തിന് കുടിയിരിക്കുന്നു, അതുകൊണ്ട് ഇസ്രായേലിന്റെ സൈന്യം അവിടെ നിന്ന് ഒഴിഞ്ഞു മാറണം എന്നാണ് മഹ്മൂദ് അബ്ബാസ് തന്നെ പറയപ്പെട്ടത്. ഈജിപ്തും സമാനമായിരിക്കുന്ന നിലപാട് തന്നെയാണ് എടുത്തത്. പക്ഷേ സൈന്യവുമായിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സ്ഥിതിവിശേഷം പരമാവധി ഒഴിവാക്കിയായിരുന്നു. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ
ഈ യൂറോപ്യൻ മീഡിയകളിലൊന്നും വലിയ രീതിയിലുള്ള പ്രാധാന്യത്തോടു കൂടി പാലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട സംഘർഷങ്ങൾ വലിയ സജീവമായിട്ട് കാണുന്നില്ല, ഒറ്റപ്പെട്ട രീതിയിലേ കാണുന്നുള്ളൂ. അതിന്റെ അർത്ഥം അവിടെ യുദ്ധങ്ങളോ പ്രശ്നങ്ങളോ നടക്കുന്നില്ല എന്നുള്ളതല്ല. സംഘർഷാവസ്ഥ ഒഴിവാകുന്ന രീതിയിലേക്ക് അവർ മീഡിയകളെ സംവിധാനിച്ചിരിക്കുന്നു എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ലബനാനിൽ നിന്ന് ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ അക്രമവും തിരിച്ച് ഇസ്രായേലിൽ നിന്ന് ലബനാനിലേക്കുള്ള അക്രമവും നിരന്തരം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുരക്ഷിത മേഖലയിൽ നിന്ന് എല്ലാം ആളുകൾ കുടിയൊഴിഞ്ഞു പോകുന്ന സംഭവങ്ങൾ ദൈനംദിനം ഇസ്രായേലിന്റെ ഭാഗങ്ങളിലൊക്കെ കണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ ലബനാന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ അതിർത്തി പങ്കിടുന്ന പ്രദേശത്തിൽ നിന്നൊക്കെ ലബനാനിലെ പൗരന്മാർ ആ പ്രദേശം വിട്ടു പോകുന്ന രീതികളും റിപ്പോർട്ട് ചെയ്യുന്നു. യുദ്ധം കഠിനമായ രീതിയിൽ തന്നെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഗസയുടെ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തികൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ അത് നടത്തി വരികയും ചെയ്യുന്നുണ്ട്. ഒറ്റപ്പെട്ട മരണങ്ങളൊക്കെ അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏറ്റുമുട്ടലുകൾ അങ്ങനെ തന്നെ ആ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗസയിൽ നിന്ന് പതുക്കെ വെസ്റ്റ് ബാങ്കിന്റെ ഭാഗത്തേക്ക് ഇസ്രായേൽ സൈന്യം നീങ്ങിയിരിക്കുന്നു എന്നുള്ളതും ഈ വെസ്റ്റ് ബാങ്കിൽ വലിയ രീതിയിലുള്ള അക്രമം നടക്കുന്ന വിവരങ്ങളൊക്കെ ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വരികയും ചെയ്തതാണ്. അപ്പൊ ഈജിപ്തുമായിട്ട് ഒരു സംഘർഷാവസ്ഥ ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ നിലവിലെ സാഹചര്യത്തിൽ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. യുദ്ധം ഏത് സമയത്താണ് പൊട്ടിപ്പുറപ്പെടുക, ഇറാൻ ഏത് സമയത്താണ് ആക്രമിക്കുക എന്ന് കൃത്യമായ രീതിയിൽ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈജിപ്തുമായിട്ടും അതിർത്തി പ്രദേശവുമായിട്ട് പങ്കിടുന്ന ഭാഗങ്ങളുമായിട്ടൊക്കെ ഒരു സംഘർഷത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ ഫിലാഡൽഫി ഇടനാഴിയുമായിട്ട് ബന്ധപ്പെട്ട വിവാദം ഒഴിവാക്കാൻ വേണ്ടി ആ പ്രദേശം വിട്ടു നൽകാൻ വേണ്ടി തീരുമാനിച്ചത്. ഇവിടെ ചോദിക്കപ്പെട്ട അന്താരാഷ്ട്ര മീഡിയകളിലൊക്കെ ചോദിക്കപ്പെട്ട വളരെ പ്രധാനമായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഫിലാഡൽഫി ഇടനാഴി വിട്ടു നൽകാത്തത് എന്ന ഇസ്രായേലിന്റെ ചോദ്യത്തിന് ആ വഴിയിലൂടെയാണ് ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് ഗസയിലേക്ക് ആയുധങ്ങൾ ഒഴുകുന്നത് എന്നാണ്. അണ്ടർഗ്രൗണ്ട് ഭൂമി തുറന്നുള്ള തുരങ്കം വഴി അതിലൂടെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അല്ലെ എല്ലാ സമയത്തും അവിടുന്ന് ഈജിപ്തിൽ നിന്ന് ഗസയിലേക്ക് ആയുധങ്ങൾ എത്തിക്കുന്നു, സാമ്പത്തികപരമായുള്ള സഹായങ്ങൾ എത്തിക്കുന്നു, മറ്റുള്ള നിർദ്ദേശ കാര്യങ്ങളൊക്കെ ഈ വഴി വെച്ചാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള പ്രയോഗമാണ് അവർ നടത്തിയത്. അതിന് മീഡിയക്കാർ ചോദിച്ച വളരെ പ്രധാനമായിരിക്കുന്ന ഒരു കാര്യം, 10 മാസമായി നിങ്ങളുടെ കൈവശത്തിലുള്ള ഫിലാഡൽഫി ഇടനാഴി വഴി ഇത്തരം ആയുധങ്ങൾ ഒഴുകിപ്പോയിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് പിടിക്കാൻ വേണ്ടി സാധിച്ചില്ല? കാര്യം എന്ന് പറഞ്ഞാൽ അപ്പുറവും ഇപ്പുറവും രണ്ട് ഭാഗങ്ങളും നിങ്ങളുടെ അധീനതയിലാണ്. ഗസ എന്ന് പറയുന്ന പ്രദേശം മുഴുവനും ഇപ്പൊ നിങ്ങളുടെ കൈവശത്തിലായിട്ട് 6 മാസത്തിലധികം കഴിഞ്ഞു. ഏറെക്കുറെ വെസ്റ്റ് ബാങ്കിന്റെ ഭാഗം നിങ്ങളുടെ കൈവശത്തിലാണ്. ഈജിപ്തിന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് 24 മണിക്കൂറും നിരീക്ഷണാടിസ്ഥാനത്തിൽ നിങ്ങളുടെ സൈനികർ അവിടെ നിലയുറപ്പിക്കുന്നു. അണ്ടർഗ്രൗണ്ട് തുളച്ചു നോക്കാനുള്ള എല്ലാ ഇലക്ട്രോണിക് സംവിധാനങ്ങളും അത്യാധുനികപരമായിരിക്കുന്ന ആയുധ സംവിധാനം നിങ്ങളുടെ കൈവശത്തിലുണ്ട്. തന്ത്രവും ബുദ്ധിയും നീക്കുപോക്കുകളും പറഞ്ഞു തരാൻ അമേരിക്ക നിങ്ങളുടെ കൂടെയുണ്ട്. എന്നിട്ട് ഈ മാസത്തിന്റെ ഇടയിൽ എന്തെങ്കിലും നിങ്ങൾ ആയുധങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടോ? അവിടെ ബങ്കറുകൾ സൂക്ഷിക്കപ്പെട്ട മറ്റെന്തെങ്കിലും വസ്തുക്കൾ പിടിച്ചെടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ബന്ദികളെ മോചിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് നടക്കാതിരിക്കെ പിന്നെയും നിങ്ങൾ ഈ ഫിലാഡൽഫി ഇടനാഴിയുമായിട്ട് ബന്ധപ്പെട്ട അവകാശം പറയുന്നതിൽ എന്തൊരു ന്യായം എന്ന ചോദ്യത്തിനാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് ഉത്തരം പറയാൻ വേണ്ടി സാധിക്കാത്തത്. അങ്ങനെ ഏറ്റവും ഒടുവിൽ അത് അന്താരാഷ്ട്ര മേഖലയിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു വല്ലാത്ത പരിസ്ഥിതി ഇസ്രായേലിന് സംജാതമായിരിക്കുന്നു എന്നൊരു തിരിച്ചറിവ് അവർക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. ആഭ്യന്തരപരമായിരിക്കുന്ന വലിയ വിഷയങ്ങൾ അവിടെ നടക്കുകയാണ്. കാര്യമെന്ന് പറയുന്നത് അവിടെയുള്ള ബന്ദികളെ, ഹമാസിന്റെ കൈവശത്തിലുള്ള ബന്ദികളെ മോചിപ്പിക്കാൻ വല്ലാതെ ശ്രമങ്ങളൊന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അവരെ മോചിപ്പിക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് ഇപ്പോഴും ഇസ്രായേൽ ഗവൺമെന്റ് കരുതുന്നുമില്ല. അങ്ങനെ ഒരു സാഹചര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ നിലനിൽക്കുന്നത്. അപ്പോ ഈ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് ഇസ്രായേലിന് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നൽകുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമമുള്ള കാര്യമാണ്. കഴിഞ്ഞ ദിവസമാണ് 6ഓളം ബന്ദികൾ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ ഉണ്ടായിരുന്നത്. ഏറ്റുമുട്ടലിലാണ് കൊല്ലപ്പെട്ടതെന്ന് പറയുന്നു. ഹമാസിന്റെ ആളുകൾ വെടിവെച്ച് കൊന്നതാണ് എന്ന് പറയുന്നു. ഏതായിരുന്നാലും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ജനങ്ങളോട് മാപ്പ് പറഞ്ഞു. ആ മാപ്പിലൊന്നും അത് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. എന്ന് പറയുന്നത് ബന്ദികളെ മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊരു വിഷയം ഉണ്ടാവുകയാണെങ്കിൽ ബന്ദികളെ വെടിവെച്ച് കൊല്ലാനുള്ള ഒരു ഉത്തരവ് ഹമാസിന്റെ നേതാക്കന്മാർ ഹമാസിന്റെ സൈനികർക്ക് നൽകിയിരിക്കുന്നു എന്നൊരു വിവരം പുറത്തു വന്നതോടുകൂടി വിഷയകാര്യങ്ങൾ വളരെ രൂക്ഷമായി. ഇസ്രായേലിന്റെ അകത്ത് തന്നെ പ്രക്ഷോഭങ്ങളായി, സമരങ്ങളായി ബന്ദുകൾ നടത്തി. അങ്ങനെ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന മേഖലയിലേക്ക് പോലും ഇടിച്ചു കയറുന്ന രീതിയിലേക്ക് സംഘർഷാവസ്ഥയും പ്രക്ഷോഭങ്ങളും മാറിയ ഒരു പ്രത്യേക സ്ഥിതി ഇസ്രായേൽ ഉണ്ടായി. ഇതൊക്കെ ഇനി ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഗവൺമെന്റിനെതിരെ ഇത്ര രൂക്ഷമായിരിക്കുന്ന പ്രക്ഷോഭ സമരങ്ങളൊക്കെ ആ രാജ്യത്തിനകത്ത് നടക്കുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ട് നടക്കുന്ന സംഭവങ്ങളാണ്.
അപ്പൊ അവര് ഉന്നയിക്കുന്ന കാര്യങ്ങൾ 100-ലധികം ബന്ദികൾ ഇപ്പോഴും ഹമാസിന്റെ കൈവശത്തിലുണ്ട്. ഇത്രയും 10 മാസം കഴിഞ്ഞിട്ടുള്ള ഈ യുദ്ധത്തിനിടയിൽ അവർക്ക് മോചിപ്പിക്കാൻ സാധിച്ചത് ഏകദേശം 4-5 പേരെ മാത്രമാണ്. അതിന് ഒരുപാട് ജീവൻ ബലി നൽകേണ്ടി വന്നു എന്ന് മാത്രമല്ല, ഈ ഏറ്റുമുട്ടലിൽ ബന്ദികൾ കൊല്ലപ്പെട്ട വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത്, ഒരു ശക്തമായിരിക്കുന്ന ഒരു ഏകാധിപത്യ സംവിധാനത്തിലൂടെ ഈ ഒരു രാജ്യത്തെ നയിച്ചു കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഫിലാഡൽഫി ഇടനാഴിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നിന്ന് ഇസ്രായേൽ പതുക്കെ പിന്നോക്കം പോവുകയും അതോടൊപ്പം തന്നെ അതിന്റെ അവകാശികൾക്ക് വിട്ടു നൽകുക, അതല്ലെങ്കിൽ അധിനിവേശം ഞങ്ങൾ അവസാനിപ്പിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് ഏറെക്കുറെ ഇസ്രായേൽ ഗവൺമെന്റ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ആ കാര്യമാണ് കൃത്യമായ രീതിയിൽ ഇപ്പോൾ ഖത്തറിനോട് തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഏത് സമയത്താണ് അവര് അവിടുന്ന് ഒഴിവാകുക എന്നുള്ളതോ അല്ലെങ്കിൽ ഒഴിവായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള പൂർണ്ണമായ വിവരം പുറത്തു വന്നിട്ടില്ലെങ്കിലും ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു മാറ്റമാണ്. ഏകാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരു ഭരണ സംവിധാനത്തിന്റെ ഇടയിൽ നിന്ന് ഇത്തരമൊരു നിലപാട് പുറത്തോട്ട് വരിക എന്ന് പറയുന്നത് തന്നെ തീർച്ചയായിട്ടും അവർ പരാജയം സമ്മതിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഈ അമേരിക്കക്ക് പോലും വല്ലാത്ത രീതിയിൽ മടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അതിനിടയിൽ അവരെ പോലും ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഒരുപക്ഷെ ഫിലാഡൽഫി ഇടനാഴി വിട്ടു നൽകാൻ വേണ്ടി തങ്ങൾ തയ്യാറാണ് എന്ന് ഇസ്രായേൽ ഔദ്യോഗികപരമായ രീതിയിൽ ഖത്തറിനെ അറിയിച്ചത്.